എടാ അടിയടാ അടി അടി ആ ആ പാഞ്ചത്തോലെ കൊണ്ടാ കയ്യില്. അപ്പൊ ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് മരം. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. അതെ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാരും വന്നിട്ടുണ്ട് വീട്ടില്. അതാണ്ട് അമ്മാമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. പുൽക്കൂടിന് അച്ചാച്ചൻ, ക്രിസ്മസിന് അമ്മാമ്മ. ഇത് രണ്ടുപേർക്കും ഒരുമിച്ച് വന്നൂടെ? ഒരാള് വീട്ടിൽ വേണം. വീടിന് കാവൽ. വീട്ടിൽ സ്വർണ്ണമൊക്കെ ഉണ്ടോ? ചായ കോഴി നോക്കണം. അപ്പൊ എല്ലാരും ക്രിസ്മസ് തൊപ്പിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് അറ്റത്തൊരു ഉണ്ടായിക്കൊണ്ടല്ലോ. ഇത് അച്ഛൻ്റെ കത്തുന്ന് തൊപ്പി, കത്തുന്ന തൊപ്പി. ചാർജ് ചെയ്ത് തീർന്നില്ലല്ലേ തൊപ്പിയുടെ? ചരവയുടെ കീഴിലാണ് കയറിയിരിക്കുന്നത്. അത് ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം ഒരുമിച്ചാവും. അവിടെ ചൂട് വെള്ളമൊക്കെ തിളപ്പിക്കാൻ പറ്റേക്കാണ്. എല്ലാരും കയറി അടുപ്പിന്റെ കൊണ്ടേ കയറി ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പരിപാടി എന്തുവാ ക്രിസ്മസിന്? അതെ, ഫുഡ് അടിയാണ് മെയിൻ ആയിട്ട്. നമ്മള് ക്രിസ്മസിന് വല്ലതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? പോർക്കുണ്ട്, ബീഫുണ്ട്, ചീനിയുണ്ട്, മരച്ചീനി, ഇടിയപ്പം. ഇത്രയാണ് നമ്മുടെ മെനു ഇന്നത്തെ. ഓ, നിങ്ങളെല്ലാരും വെള്ളയാണല്ലേ? ഓ, ഞാൻ മാത്രം ഇച്ചിരി ചുവപ്പ്. അമ്മാമ്മ ഏതാ? കല്യാണത്തിനുണ്ടോന്നാ? പച്ചേ. വെള്ളം കിട്ടിയില്ലായിരുന്നാ? നമ്മള് നല്ല അടിപൊളി പോർക്ക് മേടിച്ചോണ്ടോ കേട്ടോ. ഇത് സ്കിന്നല്ലേ ഡാഡ്? പോർക്കിന്റെ സ്കിന്ന് ഭയങ്കര ടേസ്റ്റാ. നമ്മൾ പോർക്ക് എങ്ങനെ കറി വെക്കാറില്ല അല്ലേ? 1-2 വട്ടം എന്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ യക്ഷി. അയ്യോ, കറക്റ്റ് ആ വെള്ള ഡ്രസ്സും. അമ്മാമ്മ ചീനിയൊക്കെ കഴിയും കേട്ടോ. നമ്മൾ വെക്കുന്നു. ചീനിയും ബീഫ് ഫ്രൈയും കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. ഇടിയപ്പവും പന്നിക്കറിയും കൂടെ കിടിലൻ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി പരിപാടികൾ തുടങ്ങാം. പന്നി ആരാ? എന്നെ വിളിച്ചാ? പന്നി തട്ട മിക്സർ, കുറച്ച് മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി, വറുത്തരച്ചത്, ഉപ്പ്, അമ്മാമേ, ഞാൻ ഗർഭിണിയായിട്ടിരിക്കുമ്പോ പന്നി ഇറച്ചി മേടിച്ചോണ്ട് വരും. അമ്മയ്ക്ക് അന്ന് മിഷൻ ആശുപത്രി ജോലിയുണ്ട്. അവിടെ തൂക്കാനും തുടങ്ങിയാൽ പോവാൻ മിഷൻ ആശുപത്രി പോകുമായിരുന്നു. അവിടെ പിന്നെ അവിടെ മഠത്തിലില്ലേ, അവിടെ പന്നി വളർത്തുന്നുണ്ട്. അവിടുന്ന് മേടിച്ചോണ്ട് വരുമായിരുന്നു. ഞായറാഴ്ച ചോറും അവിടെ കൊല്ലും. എന്നിട്ട് മേടിച്ച് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴും മേടിച്ചിട്ട് വരും ഗർഭിണിയാകുമ്പോ. എന്തെന്ന് പറഞ്ഞിരുന്നത്, ഇത് തിന്നണം മക്കളെ, കൊച്ചിന്റെ പുറത്തൊക്കെ രോമം കാണുമെന്ന്. പന്നിയിറച്ചി അടിച്ച രോമം. അതല്ലേ ഇത് പന്നിയുടെ? അല്ല, താടി ഞാൻ കഷ്ടപ്പെട്ട് വരുത്തിയതാ. എനിക്ക് താടി ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ ടെക്നിക്കായിരുന്നു. അത് ഞാൻ സീക്രട്ട് പുറത്തു വിട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഗർഭിണിയാകുമ്പോൾ അങ്ങനെയാണ് എന്നെ കൊണ്ട് തീറ്റിക്കുന്നത്. തിന്നണം മക്കളെ. നിങ്ങൾക്ക് അതാന്ന് മീശ വന്നത്. വേണ്ടേ വേണ്ട, ഈ സൈഡിൽ നിന്നൊക്കെ മീശയും വന്ന്. എടി നിനക്കും തന്ന അത് വേണ്ട മീശ. എല്ലാവർക്കും മീശ വന്നതിന്റെ കാരണം എന്താ? ആണ്ട് ഇരിക്കുന്ന അമ്മാവ പന്നി. അത് ഈ കരടിയെ തിന്നാലല്ലേ ഇത് വരൂ? കരടിയുടെ നെയ്യ് അല്ലേ? പണ്ടുള്ളവര് പറയും കരടി നെയ്യ് താടി വളരും.
പിന്നെ കരടി എടുത്തോട്ട് പോയാൽ മതി. ഇപ്പം ഇച്ചിരി നെയ്യതാ. ഓക്കെ ഗൈസ്, നമ്മൾ മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 25 മിനിറ്റ്സ് അടുപ്പിച്ച് ഇരിക്കട്ടെ. ഫ്രിഡ്ജ് വെക്കണോ? കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ചാൽ നല്ല പെട്ടെന്ന് പിടിക്കും. വേണ്ട, ഒന്ന് ഇവള് കൊതി വിട്ടിരിക്കുക, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അല്ലേ ഇത് ശരിയാകത്തില്ല ഗൈസ്. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ, ശുദ്ധമാണ് സെക്കിനാട്ടിന എണ്ണ. അത് കേട്ടിട്ടില്ലേ? എന്തേലും ആവട്ടെ. പൈസ അമ്മ ഇതിനകത്ത് എന്റെ കടുപ്പാത്രത്തിൽ 5 രൂപ ഉണ്ട്. എന്തിനത്? പൈസക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. യൂട്യൂബിൽ കണ്ടതാ അതും. ഇത് 5 രൂപ എന്തെങ്കിലും തൊണ്ട കുടുങ്ങി തീരും. കിടകെട്ട് തേങ്ങ കൊത്ത് കേട്ടോ, കുറച്ച് മൂക്കണം. ഇതിൽ മൂക്കണം. ഒരു താമസമുണ്ട്. കൊച്ചുള്ളി, കുറെ കൊച്ചുള്ളി കേട്ടോ, മഞ്ഞപ്പൊടി എല്ലാം കൂടെ നല്ല വരട്ടും. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, തരടേ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകോ. ഇത് എത്ര കപ്പ് വെള്ളം വേണോ അമ്മ? കുറച്ച് ഒഴിക്കാം നമുക്ക്. ഇതിന് ഒരു കപ്പ് ഒഴിക്കാം. ചെളിയുള്ളൂ അല്ല, ഇത് വെച്ചിരുന്നോണ്ട് അതിന്റെ കണ്ടിട്ട് നല്ല കളറ് ലുക്കുണ്ട്, സൂപ്പർ. അടക്കട്ടാ അടച്ചോ, ഊണോട് തെറ്റാ. ഓ, ഇനി എന്തിനാ അമ്മ ഉണ്ടാക്കുന്ന? ബീഫ്. നമ്മൾ ബീഫ് മേടിച്ചായിരുന്നു കേട്ടോ, കുറച്ച് ബീഫ് മേടിച്ചായിരുന്നു. ഇത് നമുക്ക് പെരട്ടി വെക്കാം ഇല്ലേ? ചീനിയുടെ കൂടെ സൂപ്പർ ആയിരിക്കും. ചീനി എവറിത്തിങ് ഈസ് ഫൈൻ. ബീഫ് ആൻഡ് കപ്പ ഈസ് മോർ ഗുഡ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. എനി ഒബ്ജെക്ഷൻസ്? ഇല്ലല്ല, ഒബ്ജെക്ഷൻ നോ. നോ. ഇടിയപ്പം ഈറ്റിംഗ്. എവറിത്തിങ് എവറിത്തിങ് കുക്കിംഗ് ഈറ്റിംഗ്. എങ്ങനെയുണ്ട് അമ്മമ്മ? കുഴപ്പമില്ല. പിന്നെ ചിക്കൻ അല്ല, പോർക്ക്. പിന്നെ പന്നി വേവുന്ന്, പോത്ത് വേവുന്ന്. അമ്മമ്മ എന്തൊക്കെ ചെയ്ത്? ഞാൻ ചീനി അരിഞ്ഞ് കഴി, വെളുത്തുള്ളി പൊളിച്ച്, തേങ്ങ അരിഞ്ഞ്, ഇഞ്ചി ചിരണ്ടി, അതൊക്കെ ചെയ്തോളൂ. വീട്ടിലായിരുന്നെങ്കിൽ അമ്മാമ്മ എന്ത് ചെയ്യും ക്രിസ്മസിന്? വീട്ടിലായിരുന്നെ ഇതെല്ലാം ഞാൻ ചെയ്തേനെ. അവിടെ വേറെ ആരും ഒറ്റയ്ക്ക് അല്ല, ക്രിസ്മസിന് ഇങ്ങനെ വെക്കൂലേ? ഞാൻ ഇന്ന് വെച്ചില്ല, നിങ്ങൾ ഇഞ്ഞു പോരുന്നുണ്ട്. നിന്റെ കോളേജിലെ ഇതൊക്കെ കഴിഞ്ഞാ? ക്രിസ്മസ് നിന്റെ വക എന്താണ് പെർഫോം? അച്ഛൻ നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടും. റെഡി? സത്യദായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യദായക മുക്തിദായക. മനോഹരം, അതിമനോഹരം. എടി, അപ്പച്ചിയുടെ മൂക്കുത്തി ഉണ്ടോ? എങ്ങനെയുണ്ട്? ഇതല്ല, മറ്റേ വച്ചന്തി. നിന്റെ മൂക്കുത്തി കൊണ്ട് ഇത് അതിനെക്കാട്ടിയും വലുതാ, ഭയങ്കര വലുത്. അമ്മ പാടും. അമ്മ ക്രിസ്മസ് ഗാനം പാടും. ഓക്കെ, എല്ലാ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുണ്ടാക്കാം, വീശപ്പം. ഇടിയപ്പം. വീശപ്പം ഇടിയപ്പം വേറെയാണോ? ഞാൻ ഒന്ന് കറക്കട്ടെ അമ്മാച്ചിരി. ഇത് അമ്മ കറക്കിക്കോ, മറ്റേ ഞാൻ കറക്കിക്കോളാം. ഇതിന് ഇങ്ങനൊന്നും അല്ല, ഇതിനൊരു വശമുണ്ട്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അന്നാ ഇങ്ങോട്ട് വന്ന് കറക്കുന്ന ഇവരെൻ്റെ ഇതിനെ കുറ്റം പറയുന്ന കേട്ടാ. ഇതിനെന്തിനാണ് ഒരു കുഴപ്പം? കൂന എന്തോ ഇത് ഞാൻ എനിക്ക് ഉണ്ടാക്കിയതാട്ടോ.
ഇയാള് പരത്തി ഇത് തിന്നാ മതി. ഓ ഓ ഓ ഇത് നശിപ്പിച്ച് അതൊക്കെ ഒരെണ്ണം ആയത്. ഇതിപ്പോ വീശപ്പോയി. ആ പോകും. ഓക്കെ ബൈ. ആ എടി ഞാൻ ഭയങ്കര മിമിക്രിയാ. ഇവന്റെ സൗണ്ട് ഉണ്ടോ? ഒത്തില്ലല്ലേ അത്? ഓക്കെ വിട്. അച്ഛൻ മുളയിന്ന് വെള്ളം പിടിക്കുക കേട്ടോ. വെള്ളം ഉണ്ടാ ഇത്രയും വെള്ളം ഇത്രയും വെള്ളമുണ്ട്. ഇത് ഈ മുളയിന്ന് വീണ വെള്ളമാണ്. അത് രാത്രിയിലേ കിട്ടത്തുള്ളല്ലേ? ഈ ഒരു വെള്ളമാണ്. അത് തണുത്ത വെള്ളം. ഹേ ഗൈസ്, അപ്പോൾ സമയം ഏതാണ്ട് 11 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. കുറച്ച് നമ്മൾ ഇത്തിരി താമസിച്ചല്ലേ? അതെ, കുറച്ച് ലൈറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പം നമ്മൾ എല്ലാം കുക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലേ? പ്ലം കേക്ക് എടുത്തപ്പോൾ ആർക്കൊന്നും ഇവക്കൊന്നും ഒരു സന്തോഷമില്ല. ആന്തരേ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലം കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഈ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും കൂടെ കട്ട് ചെയ്തോ, ഞാൻ പാട്ട് പാടാം. അയ്യോ ഇതിന്റെ പാട്ടെന്തര, ഇതിന്റെ പാട്ട് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കൈകൊട്ടാ. ഓ ഈ ഹാപ്പി ക്രിസ്മസ് പാടിക്കൊണ്ട് മുറിക്കണമല്ലേ? ഹാപ്പി ക്രിസ്മസ്. 2 അണ്ടിപ്പരിപ്പുള്ളായിരുന്നു കേട്ടോ. ഈത്തപ്പഴം കൊണ്ടമ്മ. അടുത്ത പ്രാവശ്യം നമുക്ക് വൈനിട്ടാണ്. ഇപ്രാവശ്യം വൈനിടാൻ പറ്റിയില്ല കേട്ടോ. വൈനിടാന്ന് വിചാരിച്ച പിന്നെ പറ്റിയില്ല, സമയം കിട്ടിയില്ല. എടാ നല്ല ടേസ്റ്റ് ഇട ഇത്. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചാണ്. അത് അടപ്പ് തുറക്കച്ച. അമ്മാമ്മ കുടിച്ചിട്ടില്ല ഇതുവരെ വൈൻ? ആ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇത് മുന്തിരി മാത്രമാണോ? ഇത് മുന്തിരി മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ? ഇത് ജസ്റ്റ് മുന്തിരി ജ്യൂസാ, അല്ലാതെ ഇതിപ്പോ സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ആ ഫുഡെത്തി. ഓക്കെ കളറൊക്കെ ഓക്കെ. അത് കൊച്ചു ഇത് 2 അടിപൊളി. മുളയില ഉള്ളത് നല്ല തണുപ്പുണ്ട് അല്ലേ? അതിന്റെ കമ്പ് ഒടിക്കണം. ഒടിച്ചിട്ട് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഒരു രക്ഷയുണ്ടോ? കിട്ടുന്നുണ്ട് ടേസ്റ്റ്. ഇച്ചിരി ബീഫും ചിക്കനോട് കഴിച്ചു നോക്കാം. ഇടിയപ്പം പോർക്കും സൂപ്പറും അത്രയില്ല ഇത്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഫുഡ് അടിപൊളിയായിരുന്നു. സെറ്റ് അല്ലായിരുന്നു? അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അമ്മമ്മ പുൽക്കൂട് കണ്ടില്ലായിരുന്നല്ലേ? കണ്ടില്ല. നോക്കിയില്ലായിരുന്നാ പുൽക്കൂട്? വന്നപ്പോ നോക്കിയൊന്നു. പുൽക്കൂട് എങ്ങനെ ഉണ്ട്? കൊള്ളാം, എല്ലാം നല്ല. വീഡിയോ ഉണ്ടായിരുന്നമ്മ. വീഡിയോയിലുണ്ടായിരുന്നു. ഇനി എന്തിനാ, ഇനി ഉറങ്ങുമല്ലേ? ഇനി ഉറങ്ങാം. അത്രേ ഉള്ളൂ ഗൈസ്. ഫുഡൊക്കെ ഏകദേശം കഴിഞ്ഞു. ബാലൻസ് ഒന്നുമില്ല, നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കിയുള്ളൂ. വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അതെ അഡ്വാൻസ്. അപ്പൊ ഞാൻ ഓർഡർ എടുക്കട്ടെ? അത്രയല്ലേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.